അകലെ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പെണ്ണ് കാണാനാണ് ആൾക്കാർ വരുന്നതെന്ന് കരുതി അവരെ തിരികെ പറഞ്ഞു വിടാനായിട്ട് ഋതിക മുഖം മറിച്ച് അവർ വന്നുകൊണ്ടിരിക്കുന്ന കാറിന് തടഞ്ഞു നിർത്തുവാണ്. അങ്ങനെ അവരെല്ലാവരും കാറിന് പുറത്തേക്ക് ഇറങ്ങുക. അന്നേരം ഋതിക പറയണേ, അതെ, നിങ്ങൾ മന്ത്രി പ്രതാപവർമ്മയുടെ വീട്ടിലെ പെണ്ണ് കാണാൻ പോകുന്നവരല്ലേ, അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, ആ പെൺകുട്ടി തീരെ ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്. അന്നേരം ചെറുക്കൻ്റെ അച്ഛൻ പറയണേ, അതൊക്കെ പറയാൻ കുട്ടിയേതാ, അല്ലെങ്കിലും എല്ലാ നാട്ടിലും ഇതുവരെ കല്യാണം മുടക്കികളൊക്കെ കാണും. അന്നേരം ഋതിക പറയണേ, അയ്യോ, ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ പറയുന്ന സത്യവും, ആ കുട്ടിക്ക് കുറേ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ട്. ആണോ? എന്താ? ആ കുട്ടിക്ക് മറ്റാരെങ്കിലും ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമല്ല. പിന്നെ എന്താ കുഴപ്പം? അതിന് ആ കുട്ടി തീരെ പഠിക്കില്ല. ഫിസിക്സ് പരീക്ഷയുടെ അന്ന് കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ട് പോയത്, എല്ലാ എക്സാമിനും തോക്കും. ഓ, അതാണോ? അത് അത്ര വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും ഞങ്ങൾ ആ കുട്ടി ജോലിക്കൊന്നും വിടാൻ പോകുന്നില്ല, അപ്പോൾ പിന്നെ പഠിപ്പുണ്ടായിട്ട് വലിയ കാര്യമില്ലല്ലോ. ഈ സമയം ഋതിക പറയണേ, അതുമാത്രമല്ല, ആ കുട്ടി കാലത്തൊന്നും എണീക്കത്ത് പോലും ഇല്ല, എണീറ്റ് വരുമ്പോൾ തന്നെ ഉച്ചയായും, ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് ഋതിക അവിടെ നിന്നും പോകുകയാണ്. ഈ സമയം അച്ഛൻ പറയണേ, എന്താണെങ്കിലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം, ഈ കാര്യങ്ങളൊക്കെ സത്യമാണെന്നെങ്കിലും അറിയാമല്ലോ. അങ്ങനെ അവർ പ്രതാപൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജുവിൻ്റെ വീട്ടിലെത്തുന്ന ഒരു ഓൺലൈൻ ഡെലിവറിക്കാരനെയാണ് കേട്ടോ. അങ്ങനെ അയാൾ ഒരു വലിയ പാഴ്സലുമായിട്ട് വരുവാണ്. ഈ സമയം കൃഷ്ണപ്രിയ പുറത്തേക്ക് ഓടുക. OTP ഒക്കെ എന്നിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയെ വിളിക്കുവാണ്. അമ്മയോട് അതിൻ്റെ കാശ് കൊടുക്കാൻ പറയുവാണ് കേട്ടോ. അന്നേരം അമ്മ ചോദിക്കണേ, അല്ല, എന്താ ഇത്? അമ്മേ, ഇത് എൻ്റെ പുതിയ വീട്ടിലേക്കുള്ള ഒരു ഓവനാ, രാജു അമ്മയുടെ പൈസ തന്നിട്ടില്ലേ, അതെടുത്ത് ഇയാൾക്ക് കൊടുക്കുക. അന്നേരം അമ്മ പറയണേ, അത് പറ്റില്ല, ഇതേ വാടക കാശ് കൊടുക്കാനായിട്ടുള്ളതാ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ വാടക പിരിക്കാനായിട്ട് രുക്മിണിയും ഭർത്താവും അവരുടെ മോനും പിന്നെ മോള് രമ്യയും അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ രുക്ക് പറയണേ, ഞാൻ വാടക പിരിക്കാനായിട്ട് ഇറങ്ങിയതാ, പലരും വാടകയൊന്നും കൃത്യമായിട്ട് തരുന്നില്ലെന്നേ, പിന്നെ നമ്മൾ തന്നെ നേരിട്ട് പോയി ഇറങ്ങി വാങ്ങേണ്ടി വരുമല്ലോ. ഈ സമയം രേഖ പറയണേ, ഞാൻ നിങ്ങൾക്കുള്ള കാശുമായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങിയതായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഇനിയിപ്പോൾ നേരെ കയ്യിൽ തന്നെ തരാമല്ലോ എന്ന് പറഞ്ഞ് ആ പൈസ രുക്കൂരി ഏൽപ്പിക്കുവാണ്. അങ്ങനെ രുക്കു അത് രമ്യയുടെ കൈ കൊടുക്കുവാണ് കേട്ടോ. മോളെ, നീ ഇത് വെച്ചോ. ഈ സമയത്ത് തന്നെ വേണുവും ശ്രീലക്ഷ്മിയും അവിടെ എത്തുന്നുണ്ട്. അന്നേരം രുക്കുവിൻ്റെ മോൻ ശ്രീലക്ഷ്മി നോക്കി ചിരിക്കുവാണ് കേട്ടോ. ഈ സമയം രുക്കു പറയണേ, ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലത്ത് കൂടി പോകാനുണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാവരും പോകുമായിരിക്കും. അന്നേരം രമ്യ അവിടെ തന്നെ നിൽക്കുക. ഈ സമയം പ്രിയ പ്രശ്നം ഉണ്ടാക്കുവാണ്. അപ്പോൾ ഈ ഡെലിവറിക്കാരൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യും? അയാൾക്ക് പൈസ കൊടുക്കണ്ടേ? നിങ്ങളൊക്കെ എനിക്ക് തരാനുള്ള സ്ത്രീധനത്തോട് തരാത്തോണ്ടാണല്ലോ ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നത്, അത് തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നാണം കെടാനായിട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. ഈ സമയം ഇതൊക്കെ കാണുന്ന രമ്യ അമ്മ തന്ന പൈസ അത് രാധയെ തന്നെ തിരിച്ചേൽപ്പിക്കുവാണ് കേട്ടോ. അമ്മ ഇത് വെച്ചോ. അയ്യോ മോളെ, അത് വേണ്ട, മോളോട് അമ്മ ചോദിക്കില്ലേ? എന്നോട് ചോദിക്കില്ലെന്നേ, അമ്മ തന്നെ ഇത് വെച്ചോ. ഈ സമയം ഇത് കാണുന്ന പ്രിയ പറയണേ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നെടുത്ത് ഇയാളുടെ പൈസ കൊടുത്തു വിടമ്മേ, അല്ലെങ്കിലും രമ്യയല്ലേ തരുന്നത്, എന്നാണെങ്കിലും രമ്യ ഈ വീട്ടിൽ തന്നെ വന്ന് കയറേണ്ട കുട്ടിയല്ലേ. അങ്ങനെ അമ്മ ആ പൈസയൊക്കെ ആ ഡെലിവറിക്കാരന് കൊടുത്തു വിടുവാണ്. എന്നാൽ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, ഞാനും വരാമേ എന്ന് പറഞ്ഞ് രമ്യ അടുക്കളയിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം അത് കണ്ടിട്ട് പ്രിയ പറയണേ, അമ്മയും മരുമോളും ഇപ്പോൾ തന്നെ നല്ല കമ്പനിയാണല്ലേ. അതേക്കുമ്പോൾ വേണു പറയണേ, മരുമോളോ? ആര്? അതെ, എൻ്റെ മോൻ്റെ പേര് രാജുവാണ്. അവൻ്റെ ജാതകത്തിൽ ഒരു നല്ല കാലം പറഞ്ഞിട്ടുണ്ട്, അവൻ രാജാവിനെ പോലെ വാഴൂ, അവൻ്റെ മഹാറാണിയെപ്പോലെ നല്ല പഠിപ്പും പണവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടും, അല്ലാതെ ഈ ജന്മിയൊന്നും ഇവിടുത്തെ മരുമകളായിട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മോന് വൈകാതെ തന്നെ ശുക്രദോഷം തെളിയാൻ പോകുക, അവൻ്റെ ജാതകത്തിൽ അങ്ങനെയുണ്ട്, നീ കണ്ടോ. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരികെ എത്തുന്ന ഋതികയുടെ അരികിൽ വരുന്ന രാജുവിനെയാണ്. രാജു പറയണേ, മാഡം, ഞാൻ മാഡത്തിനെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? മാഡം, ഈ കല്യാണം. അന്നേരം ഋതികയാണെങ്കിൽ രാജുവിനെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. താനൊന്നും പറയണ്ട, എനിക്കിഷ്ടമല്ലാത്ത ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഇപ്പം താനൊന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞ് ഋതിക അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അംബിക സാനിയനെ ഒരുക്കുന്നതാണ്. അംബികയും യാമിനിയും കൂടി സാനിയനെ ഒരുക്കി റെഡിയാക്കുവാണ് കേട്ടോ. അന്നേരം അംബിക പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ഭാഗ്യമോ അല്ലെങ്കിലും ഇവളുടെ നല്ല തങ്കപ്പെട്ട സ്വഭാവമല്ലേ, അതുകൊണ്ടാണ് ഇതുപോലെ ഇത്രയും വലിയൊരു ബന്ധം നമ്മുടെ കുടുംബത്തെ തേടിയെത്തിയത്. കേന്ദ്രമന്ത്രിയുടെ അനിയൻ്റെ മോനല്ലേ, ഇതിലും വലിയൊരു ഭാഗ്യം വരാനുണ്ടോ? എല്ലാം എൻ്റെ മോളുടെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുമായിരിക്കും അവർ. പിന്നീട് ചെക്കൻ്റെ വീട്ടുകാർ അവിടെ എത്തുവാണ്. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ പ്രതാപനും അംബികയും അവരെല്ലാവരും. അങ്ങനെ പ്രതാപൻ വീട്ടിലെ ഓരോ അംഗങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. ഈ സമയം സാനിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അന്നേരം റൂമിൽ ടെൻഷനോടെ ഇരിക്കുമായിരിക്കും ഋതിക. ആ സമയം അപ്പോൾ വന്നിട്ട് പറയണേ, ചേച്ചി, ദേ അവരൊക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ എത്തിയോ? ഞാൻ വിവാഹം മുടക്കാൻ വേണ്ടി അവരോട് പറഞ്ഞതാണല്ലോ, എന്നിട്ട് അവരെന്തിനാ വന്നത്?
ഈ സമയം അപ്പുവിനെയും പ്രതാപം വിളിക്കുക. മോളെ അപ്പു ഇങ്ങ് വന്നേ. അങ്ങനെ അപ്പുവിനെയും പ്രതാപം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ചെറുക്കൻ്റെ അച്ഛൻ ചോദിക്കുക, അല്ല ഇവിടെ ഇത്രയും പേരേ ഉള്ളോ? ഇല്ല, 2 പേര് കൂടിയുണ്ട്. ദേ രാജു എൻ്റെ കൂടെ എന്തിനും ഇതിനും കൂടെ കാണും. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടിയുണ്ട്, ബേബി. അങ്ങനെ പറഞ്ഞു വിളിക്കുമ്പോൾ ആ പട്ടി ഓടി വരുവാണ്. ഇവനാ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞ് ആ പട്ടീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. ഈ സമയം മുകളിൽ നിന്ന് ഋതിക താഴത്തേക്ക് നോക്കുമായിരിക്കും. അപ്പോഴാണ് ഋതികയ്ക്ക് സാനിയെ പെണ്ണ് കാണാനാണ് ഈ ചെക്കൻ വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അതറിയുമ്പോൾ ഋതിക വല്ലാതെ ടെൻഷനാകുക. അയ്യോ, അപ്പോൾ എനിക്കല്ലായിരുന്നോ? ഞാനെന്ത് മണ്ടത്തരോ കാണിച്ചത്? ഈ സമയം ചെറുക്കൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അല്ല പെൺകുട്ടി അത്ര പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? പഠിച്ചിട്ടില്ലെന്നോ? നിങ്ങളോട് ആരാ പറഞ്ഞത്? അവൾക്ക് റാങ്ക് ഉണ്ടായിരുന്നു, 1 റാങ്കുണ്ട്. അല്ല, ഞങ്ങളെ വഴി തടഞ്ഞിരുത്തി ഒരു പെൺകുട്ടി പറഞ്ഞതാ മോൾക്ക് തീരെ പഠിപ്പില്ല എന്ന്. ആരാ ഈ അനാവശ്യമൊക്കെ എൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞ് അമ്പിയാകെ ദേഷ്യപ്പെടുവാണ്. അന്നേരം പ്രതാപം പറയണേ, നമ്മുടെ കുടുംബത്തിലെ കുട്ടിയെക്കുറിച്ച് ആരാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ നമുക്ക് കണ്ടെത്താം. നിങ്ങൾ ചായ കുടിക്കും. ഈ സമയത്ത് അടുക്കോട്ടെ ഋതിക താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. ഋതികയെ കാണുന്നതും പയ്യൻ ചോദിക്കണേ, അല്ല ഏതാ ഈ കുട്ടി ഇവിടുത്തെയാണോ? അന്നേരം യാമിനി പറയണേ, ഇത് ഏട്ടൻ്റെ മോളാ ഋതിക. ഈ സമയം ചെറുക്കൻ്റെ അച്ഛന് ഋതികനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുവാണ് കേട്ടോ. മുഖം മറിച്ചെങ്കിലും ആ ഡ്രസ്സും പിന്നെ ആ കണ്ണൊക്കെ വെച്ച് ആളെ പിടികൂട്ടുക. അന്നേരം ചെറുക്കൻ്റെ അച്ഛൻ പറയുക, ഓ ഈ കുട്ടിയെ ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്. വിവാഹം മുടക്കാൻ ഞങ്ങളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അത് മറ്റാരുമല്ല ഈ കുട്ടി തന്നെയാണ്. അപ്പോൾ വീട്ടിലുള്ള ആൾ തന്നെയാണ് വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നത്, വർമാജിയുടെ മോള് തന്നെ. ഈ സമയം ചെറുക്കൻ അമ്മ പറയണേ, അല്ല നമുക്കിനി ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഈ ബന്ധം. അന്നേരം അച്ഛനും പറയണേ, ശരിയാ വർമാജി, ഞങ്ങൾ എന്നാ ഇപ്പോൾ പോകുക. ഞങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ മുഷിഞ്ഞിറങ്ങി പോകുന്നതൊന്നും അല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പ്രതാപൻ ദേഷ്യത്തിൽ അകത്തേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം ഋതിക അച്ഛന്ന് പറഞ്ഞ് വിളിക്കുക. ആ സമയം ദേഷ്യം വന്ന പ്രതാപൻ ഋതികയുടെ കരണത്തിട്ടൊന്ന് കൊടുക്കുവാണ്. ഈ സമയം അംബിക ചോദിക്കണേ, എന്തിനാ നീ എൻ്റെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാ നീ അവളുടെ കല്യാണം മുടക്കാൻ ശ്രമിച്ചത്? ഏട്ടാ എന്താ ഇവൾ ഇങ്ങനെ? അന്നേരം പ്രതാപൻ പറയണേ, എങ്ങനെയാ? പാതി രക്തം മാത്രമല്ലേ എൻ്റെ ഉള്ളൂ, ബാക്കി പാതി ഇവളുടെ അമ്മയുടെ അല്ലേ, ആ പത്മാവതിയുടെ. അവളെന്നെ കോടതി മുറിയിൽ വെച്ച് നാണം കെടുത്തിയതാ. ഇവളെൻ്റെ കൂടെ കൂടി എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛാ ഞാൻ മിണ്ടരുത്, ഇനി നീ എന്നെ അച്ഛാന്ന് വിളിക്കരുത്. എനിക്ക് നിന്നെ കാണണ്ട. ആ പട്ടിയുടെ വില പോലും നിനക്കിനി എൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ പ്രതാപനകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം ഋതികയാണെങ്കിൽ സങ്കടപ്പെട്ട റൂമിലേക്ക് ഓടിപ്പോകുക. അവിടെ ചെന്നാൽ പൊട്ടിക്കരയുമായിരിക്കും. അന്നേരം രാജുവും റൂമിലെത്തുന്നുണ്ട്. മാഡം വിഷമിക്കണ്ട. താൻ മിണ്ടരുത്, താനാ എല്ലാത്തിനും കാരണം. താനല്ലേ പറഞ്ഞത് എന്നെ പെണ്ണ് കാണാൻ ചെക്കൻ വരുന്നതെന്ന്. അത് കാരണം ഞാൻ തെറ്റിദ്ധരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത്. പാവസാനിയ, അവളുടെ ജീവിതം കൂടിയല്ല ഞാൻ തകർത്തത്. എല്ലാത്തിനും കാരണം താനാ. മാഡം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ കാര്യം പറയാൻ ഞാൻ മാഡത്തിൻ്റെ അടുത്തേക്ക് വന്നതാ. അപ്പോൾ മാഡം അല്ലേ എന്നെക്കൊണ്ട് പറയാൻ സമ്മതിക്കാഞ്ഞത്? താൻ ഇനിയൊന്നും പറയണ്ട. താൻ മാത്രമല്ല ഞാനും തെറ്റ് ചെയ്തു. എടുത്തു ചാടി ഞാനും ചെയ്യാൻ പാടില്ലായിരുന്നതൊക്കെ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനിപ്പോൾ എന്നോട് കൂടുതൽ ദേഷ്യമായി. മാഡം വിഷമിക്കല്ലേ. ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആവണമെന്ന് ദൈവവിധി ഉണ്ടാവും. പിന്നീട് കാണിക്കുന്നത് വരാതിരിക്കുന്ന രാജയോഗത്തെപ്പറ്റി ജാതകം നോക്കി വായിക്കുന്ന വേണുവിനെയാണ് കേട്ടോ. ഈ സമയം അത് കേട്ട് രാധയും അവിടെ നിൽക്കുന്നുണ്ടാവും. ഈ സമയത്തായിരിക്കും രമ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മേ ഇതാ പായസം. ഏത് അമ്പലത്തിലെ മോളെ? അയ്യോ അമ്പലത്തിലൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയതാ. രാജുവേട്ടന് പാൽപ്പായസം ഇഷ്ടമാണല്ലോ, അത് കാരണം ഉണ്ടാക്കിയപ്പോൾ ഇവിടെയും കൂടി തരാമെന്ന് വിചാരിച്ചു. അല്ല രാജുവേട്ടൻ വന്നില്ലേ? ഇല്ല മോളെ, അവൻ അങ്ങനെ കൃത്യസമയത്തൊന്നും വരാറില്ലെന്നേ. എന്താണെങ്കിലും ഒരു കല്യാണമൊക്കെ കഴിക്കണം, അത് കഴിഞ്ഞാലേ അവന് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകൂ. ഈ സമയം നാളത്തോടെ രമ്യ അവിടെ നിന്നും പോകുവാണ്. ഈ ഒരു സമയത്തിന് രാജു വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. രാജു നീ എത്തിയോ? എന്താണ് ഇത്ര നേരം വൈകിയത്? അന്നേരം രാജു അണ്ണേ, അവിടെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അമ്മേ. എന്താണെങ്കിലും ഞാൻ ആദ്യം ഒന്ന് കുളിക്കട്ടെ. നീ കുളിച്ചിട്ട് വേഗം വാ, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ രാജു അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അനിയത്തിയും ചേച്ചിയും അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഏട്ടാ എൻ്റെ എക്സാമിൻ്റെ ഫീസ്. രാജു എൻ്റെ ചിട്ടിയുടെ ആദ്യത്തെ കടു എടുക്കാനുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മ പറയണേ, അവൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ, കുറച്ചെങ്കിലും കണ്ണിച്ചിട്ട് കാണിച്ചൂടെ? രാജു നീ ചെന്ന് കുളിച്ചിട്ട് വാ. പിന്നീട് കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന രാജുവിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം അനിയത്തിയും ചേച്ചി വീണ്ടും പണത്തിൻ്റെ ആവശ്യമായിട്ട് രാജുവിൻ്റെ മുമ്പിലേക്ക് വരുവാണ്. അങ്ങനെ അവർ വന്ന് പണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രാജുവിനും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആകെ ധർമ്മസങ്കടത്തിലായിരിക്കുവാണ് കേട്ടോ. അത് കാണുമ്പോൾ അമ്മ പറയണേ, പ്രിയേ നിനക്ക് ഇത്തിരി പോലും മനസാക്ഷിയില്ലേ? ഇവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടും ഇവനോട് എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? എന്തിനാ ഇവനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഈ സമയം പ്രിയ പറയുക, ആ വീട് പണിയാനുള്ള പൈസ തന്നാലേ ഞാൻ ആ വീട് പണി പൂർത്തിയാക്കി എൻ്റെ കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട് പൊക്കോളാം. എൻ്റെ മോളെ പ്രസവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഇപ്പം എത്ര വർഷമായി. അവസാനം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്.
എൻ്റെ കാര്യങ്ങളൊക്കെ ഇവനോടല്ലാതെ പിന്നെ ആരോടാ പറയാം. ഈ സമയം ഭക്ഷണം കഴിക്കാതെ രാജു അവിടെ നിന്ന് എണീറ്റ് പോകുവാണ്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്